കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക എന്നുള്ള ചിന്തയാണ് നാം ആഴമായി ഓർക്കേണ്ടത്. നാം ഭയപ്പെടേണ്ടത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തെയാണെന്നും നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത്, നമ്മുടെ ജ്ഞാനത്തിനപ്പുറത്ത്, നമ്മുടെ കഴിവിനും നമ്മുടെ പ്രാപ്തിക്കും അപ്പുറത്ത് ദൈവം ശ്രേഷ്ഠനാണെന്നും ആ ദൈവത്തെ നാം ഭയപ്പെടേണ്ടതുണ്ടെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടെ ഇവിടെ പറയുകയാണ്. തിന്മ പ്രവർത്തികൾ വിട്ട് നാം മാറുവാൻ മനസ്സു വയ്ക്കണം. ഇല്ല എങ്കിൽ അത് നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത് നമുക്ക് മടങ്ങി വരുവാൻ കഴിയാത്തതും നാം ആഴമായി ഭാരപ്പെടുത്തുന്നതുമായ ഒരു മണ്ഡലത്തിലാകുമെന്നോർത്ത് മടങ്ങി വരേണ്ട മണ്ഡലങ്ങളിൽ നാം മടങ്ങി വരുവാൻ ഇടയാകണമെന്ന് നമ്മെ ഓർപ്പിക്കുക തന്നെയാണ്. ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോടൊപ്പം ലോത്തും ഉണ്ടായിരുന്നു എങ്കിലും പിന്നത്തേതിൽ ദൈവത്തോടുള്ള ലോത്തിൻ്റെ ഭയം ഒരു പരിമിതമായ അളവിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, തിന്മ പ്രവർത്തികൾ ചെയ്യുവാനും തിന്മ പ്രവർത്തികൾ ചെയ്യുന്ന പട്ടണത്തിൽ പാർക്കുവാനും ഇടയായിത്തീർന്ന സന്ദർഭങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ സാധുക്കളായ, പാവങ്ങളായ, നിരപരാധികളായ, നീതിക്കും ന്യായത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ജനത്തെ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ പീഡയനുഭവിക്കുന്ന ജനം ദൈവം മുൻപാകെ ആഴമായി നിലവിളിക്കുകയും അവരുടെ നിലവിളി സ്വർഗത്തിലെത്തിയിട്ട് അവരുടെ നിലവിളി പോലെ ഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കാണേണ്ടതിന് അത്യുന്നതനായ ദൈവം ദൂതനെ പറഞ്ഞയക്കുകയും ആ കണ്ടതായ, ആ കേട്ടതായ കേൾവികളും കാഴ്ചകളും വളരെ യാഥാർത്ഥ്യമാണെന്ന് കണ്ടിട്ട് തിന്മ പ്രവർത്തിക്കുന്നവരുടെ പട്ടണമായ സോദോമിനെയും ഗോമോറയെയും ദൈവം നശിപ്പിച്ച് കളയുവാൻ കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളത് ആ ഭാഗത്ത് നമുക്ക് കൃത്യമായ തലത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നീതിമാനായ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ലോത്തിനെയും കുടുംബത്തെയും ആ തിന്മയിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ആഗ്രഹിച്ചു എങ്കിലും ലോത്തിൻ്റെ ഭാര്യ ലോകത്തെ സ്നേഹിക്കൊണ്ട് അവൾക്ക് രക്ഷപ്പെടുവാനായി കഴിഞ്ഞില്ല എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കുടുംബം തകർന്നു പോയതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ സ്വയം ജ്ഞാനികളെന്ന് തോന്നുവാനും ദൈവത്തെ ഭയപ്പെടാതിരിപ്പാനും ഇടയായിത്തീർന്നു എന്നുള്ളത് മാത്രമല്ല, ദോഷം പ്രവർത്തിപ്പാനും ദോഷത്തിന് കൂട്ടുനിൽക്കുവാനും ആ തലങ്ങളിൽ മുൻപോട്ട് പോകുവാനും ഇടയായതു നിമിത്തം ആ പട്ടണവും പട്ടണത്തിലുള്ള സകല ജനവും തകർന്നു പോകുവാൻ കാരണമായി തീർന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും കഴിവിലും ആശ്രയിച്ച് ദൈവത്തെ ഭയപ്പെടാത്തവരായി
ദോഷം ചെയ്ത് മുൻപോട്ട് പോകുകയല്ല. നാം ഏതുമില്ലെന്ന് മനസ്സിലാക്കി യഹോവയായ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മ പ്രവർത്തികൾ വിട്ട് നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരാകാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവ വഴിയിലൂടെ യാത്ര ചെയ്ത് ദോഷം വിട്ടകലുന്നവരും ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്മ പ്രവൃത്തികളിലൂടെ മുൻപോട്ട് പോകുകയല്ല, നന്മ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.